അഊദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്ന ഉപമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ വ്യത്യസ്തങ്ങളായ മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട, സത്യനിഷേധവുമായി ബന്ധപ്പെട്ട, നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തങ്ങളായ ഉപമകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള മനോഹരമായ ഒരു ഉപമയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ ഒരു ചെടി നടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മരം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ഒരു വിത്ത് നടുന്ന സമയത്ത് വിത്ത് നട്ടതിന് ശേഷവും നമ്മൾ എന്തൊക്കെയാണ് അതിന് കൊടുക്കാറുള്ളത്? അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കാറുള്ളത്? അള്ളാഹു എന്തിനാണ് ചിലവഴിക്കലിനെ കുറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചിലവഴിക്കുന്നതിനെക്കുറിച്ച് പടച്ചവൻ നമുക്ക് വിശദീകരിച്ച് തരുമ്പോഴൊക്കെയും മരത്തോടും അതിൽ നിന്നും ലഭിക്കുന്ന ഫ്രൂട്ട്സിനോടും കായ്ക്കനകളോടുമൊക്കെയാണ് അള്ളാഹു ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടാണത് എന്നത് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ മനോഹാരിത, അതിൻ്റെ ഒരു ആഴത്തിലുള്ള അതിൻ്റെ ഒരു ഭംഗി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു ആയത്ത് തന്നെയാണ് സൂറത്തുൽ ബഖറയിലെ ഉപമയെക്കുറിച്ച് പറഞ്ഞ അവസാനത്തെ ആയത്താണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 265-ാമത്തെ ആയത്താണിത്. وَمَثَلُ الَّذِينَ يُنْفِقُونَ أَمْوَالَهُمُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَتَثْبِيتًا مِنْ أَنفُسِهِمْ كَمَثَلِ جَنَّةٍ بِرَبْوَةٍ أَصَابَهَا وَابِلٌ فَآتَتْ أُكُلَهَا ضِعْفَيْنِ فَإِنْ لَمْ يُصِبْهَا وَابِلٌ فَطَلٌّ والله بما تعملون بصير. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായ മനസ്സോടുകൂടി സ്വന്തം ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഇപ്രകാരമാകുന്നു. ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടം കനത്ത മഴ ലഭിച്ചപ്പോൾ അത് ഇരട്ടി വിളവ് നൽകി. കനത്ത മഴ കിട്ടിയില്ലെങ്കിലും ചാറൽ മഴ കിട്ടിയാലും അതിന് മതിയാകുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനല്ല. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാതെ, അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കാതെ മനുഷ്യർ കാണാൻ വേണ്ടി ചിലവഴിക്കുന്ന, എന്നിട്ട് മനുഷ്യരെ അത് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകൾ ചെയ്ത സ്വതക്കകൾ മുഴുവൻ ഒരു മൊട്ടക്കുന്നിൽ മഴയേറ്റ് അതിൻ്റെ മുകളിലുള്ള ചെടികളെല്ലാം പാറിപ്പോയതുപോലെ, ഒലിച്ചില്ലാതായതുപോലെ, വീണ്ടും മൊട്ടക്കൊന്നായി മാറിയതുപോലെ അള്ളാഹു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവഴിച്ച, മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞ് ഉപദ്രവിക്കുകയും ചെയ്ത മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പോക്കിക്കളയും എന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വർത്തമാനമുണ്ട്. നിങ്ങൾക്കൊന്നും ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആളുകൾ ഉപദ്രവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് അതിനേക്കാൾ ഏറ്റവും നന്നാവുക. നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അതിനേക്കാളും നന്നാവുക നിങ്ങൾ കൊടുക്കാതിരിക്കുകയും നല്ല വാക്ക് പറയുകയും നിങ്ങൾക്ക് വല്ല കാര്യവും ഏറ്റാൽ അത് ക്ഷമിക്കുകയും, ആളുകൾ മോശം വർത്തമാനം പറയുകയോ നിങ്ങൾ ഉപദ്രവിക്കുകയോ, നാവ് കൊണ്ട് ഉപദ്രവിക്കുക, അല്ലേ, ചീത്ത പറയുകയോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്ന സമയത്ത് ക്ഷമിക്കുകയോ നല്ല വാക്കുകൾ പറയുകയോ ചെയ്യുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയും ആ കൊടുത്തത് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ നിരന്തരമായിട്ടിങ്ങനെ മരങ്ങളോടും അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളോടും ഉപമിക്കുന്നതെന്ന്? കാരണം ഇത് അതിമനോഹരമായ ഒരു ഉപമയാണെന്ന് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഒരു മരം നടുന്നതിന് മുമ്പ് ഒരു മരം ഉണ്ടാവണമെന്ന്, അല്ലെങ്കിൽ ഒരു മാവുണ്ടാവണം, ഒരു ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ലഭിക്കുന്ന ഒരു മരം നടണം, ഒരു ആപ്പിൾ മരം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ അതിൻ്റെ വിത്ത് നടുക എന്നത് മാത്രമായിരിക്കും. ചിലപ്പോൾ നടുക തന്നെ വേണമെന്നുണ്ടാവില്ല, മറിച്ച് അത് നമ്മൾ വലിച്ചെറിഞ്ഞ വിത്ത് പോലും ചിലപ്പോഴേ മണ്ണിൽ കിടന്ന് അതൊരു ചെടിയായി പിന്നീട് അതൊരു മരമായിട്ട് വളരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെയാണ് ചില മനുഷ്യർ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ.
അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന കൃത്യമായ നിയ്യത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന നിയ്യത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, തസ്ബീതം മിൻ അൻഫുസിഹിം, അള്ളാഹു നല്ല മനസാന്നിധ്യത്തോടുകൂടി പടച്ചോൻ്റെ സ്വർഗമാണ് എനിക്ക്, അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഉപമയിലൂടെ പറയുന്നത്. വലിയ മഴ കിട്ടണമെന്നില്ല, വലിയ മഴ കിട്ടിയാൽ അതിന് ഇരട്ടി വിളവ് കിട്ടും. അഥവാ നമ്മൾ ചിലവഴിക്കുമ്പോൾ അങ്ങേയറ്റത്തെ മനസാന്നിധ്യവും ഉറച്ച നീയത്തുമുണ്ടെങ്കിൽ, അതിൽ യാതൊരു കളങ്കവുമില്ല എങ്കിൽ, മനുഷ്യർ കാണണമെന്ന് ഒരാഗ്രഹവുമില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ സ്വർഗം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഏറ്റവും പ്രയാസമുള്ള സമയത്താണ് നമ്മളത് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ നീയത്തിന് അങ്ങേയറ്റത്തെ ശക്തിയുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? അത് ഇരട്ടി വിളവ് നൽകും. ഉക്ലഹ ളിഅഫൈനി, അത് ഇരട്ടി വിളവ് ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഥവാ ഉയർന്ന പ്രദേശത്തുള്ള ഒരു തോട്ടാണ്, ഒരു മുന്തിരിത്തോട്ടമോ ഇന്തിപ്പനത്തോട്ടമോ ബാക്കി ഏത് ആപ്പിൾ മരങ്ങളുടെ തോട്ടമോ എന്തോ ആയിക്കോട്ടെ, അതിന് ഉയർന്ന പ്രദേശത്തുണ്ട്. അപ്പോൾ നല്ല മഴ ലഭിക്കുകയും ചെയ്തു എങ്കിൽ, അത് കായ്ക്കുകയും പൂക്കുകയും ഫലങ്ങൾ നൽകുകയും ചെയ്തു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ നീയത്ത് ദൃഢമാണെങ്കിൽ അതിന് ഇരട്ടി വിളവ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഇരട്ടി പ്രതിഫലം ലഭിക്കും, ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഫഇല്ലം യുസ്ബിഹ വാബിലുൻ ഫതല്ലി, ഇനി അങ്ങനെ കനത്ത മഴയൊന്നും വേണമെന്നില്ല, ചെറിയ ചാറ്റൽ മഴ കിട്ടിയാൽ പോലും എന്ത് ചെയ്യും? അതിൽ നിന്ന് നിങ്ങൾക്ക് വിളവ് ലഭിക്കും. അതുതന്നെ നിങ്ങൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം ലഭിക്കണം, സ്വർഗം ലഭിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം എന്ന് കരുതിയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് മനുഷ്യൻ അവൻ്റെ ദാനധർമ്മങ്ങളെ കാണേണ്ടത്. അപ്പോൾ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുക നമ്മളുടെ നീയത്തിൻ്റെ ശക്തി അനുസരിച്ചിട്ടാണ്. ശക്തമായ മഴ ലഭിക്കുമ്പോൾ ശക്തമായ വിളവ് കിട്ടുന്നത് പോലെ, ഇരട്ടി വിളവ് കിട്ടുന്നത് പോലെ. ഇനി ചെറിയ നീയത്താണുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നീയത്ത് അത്രമാത്രം കഠിനമൊന്നുമല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലവഴിക്കുന്നതെങ്കിൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ചെറിയ ചാറ്റൽ മഴ ലഭിച്ചാലും അതിൽ നിന്നും നിങ്ങൾക്ക് വിളവ് ലഭിക്കും, അത് പാഴായി പോവുകയില്ല എന്ന്. പ്രളയത്തിൻ്റെ സമയത്ത് ചില ന്യൂസുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗോഡൗണിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് വസ്ത്രങ്ങൾ, അത് ചാക്കുകെട്ടുകൾ തന്നെ വസ്ത്രങ്ങൾ അന്വേഷിച്ച്, ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് വസ്ത്രങ്ങൾ അന്വേഷിച്ച് വരുന്ന ഒരു ടീമിന്, ഒരു കൂട്ടായ്മകൾക്ക് എടുത്തു നൽകുന്ന ഒരു സാധു മനുഷ്യനെ നമ്മൾ വാർത്തകളിൽ പ്രളയത്തിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ടാകും. പല അമ്മമാരെയും ചില വൃദ്ധ സ്ത്രീകളെയും വൃദ്ധരായ മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ 1, 2, 3 രൂപ കിട്ടുന്ന ചില്ലറ തുട്ടുകൾ തന്നെ അത് സ്വരുക്കൂട്ടി വെച്ച്, അത് ഭാവിയിലേക്ക് ഒരു കൂട്ടി വെച്ച ചെറിയ തുകയാണെങ്കിലും അതിന് കിട്ടുന്ന പ്രതിഫലം അത് വളരെ വലുതായിരിക്കും. കാരണം അത് അവർ ഏറ്റവും പ്രയാസത്തിൽ അവരുടെ ഭാവിക്ക് വേണ്ടി വല്ല മരുന്നോ ഭക്ഷണത്തിനോ വേണ്ടി അവർ മെല്ലെ മെല്ലെ പിടിച്ചു വെച്ച ഒരു ധനമാണ്. അവർ വേറൊരു മനുഷ്യന് വേണ്ടി കനത്ത നീയത്തോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് നൽകുന്നതെങ്കിൽ, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇരട്ടി പ്രതിഫലം കൊണ്ട് അള്ളാഹു ആ മനുഷ്യനെ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നന്മ ചെയ്താൽ അതിന് അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകും. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, മനുഷ്യരെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭീകരനായ ഒരാളായിട്ടല്ല നമ്മൾ പടച്ചോനെ കാണേണ്ടത്. മറിച്ച് നന്മ ചെയ്താൽ അതെന്തോ ആവട്ടെ, അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ധനം ചെലവഴിക്കൽ മാത്രമല്ല നന്മ. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹ് പറയേണ്ടത്, നിങ്ങളിങ്ങനെ മനുഷ്യർക്ക് കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നല്ല വാക്ക് പറയുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ധനം ചിലവഴിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നല്ലത് ചെയ്യാൻ തീരുമാനിച്ചു, എന്നിട്ട് ആ മനുഷ്യൻ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ആഗ്രഹിച്ചതിൻ്റെ പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കും. ഇനി ഒരു മനുഷ്യൻ തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ ആ മനുഷ്യന് ആ തിന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല, തിന്മ ചെയ്തില്ല എങ്കിൽ തിന്മ ചെയ്യാതിരുന്നതിന് പ്രതിഫലം ലഭിക്കും, തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചതിന് ശിക്ഷ ലഭിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അടിമകളെ ക്രൂരമായി ശിക്ഷിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു രൂപമല്ല പടച്ചോനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത്. മറിച്ച് കാരുണ്യവാനായ,
എല്ലാം പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന, അടിമകളെ ചേർത്ത് പിടിക്കുന്ന, ചെറിയ നന്മകൾക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര നമ്മൾക്ക് ഭാവിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമുക്ക് വേണ്ടി നീക്കി വെക്കുന്ന പടച്ചോനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ നിയ്യത്ത് നന്നായാൽ മതി. അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, അത് കനത്ത മഴ ലഭിച്ചാൽ ധാരാളമായിട്ട് വിളവ് ലഭിക്കുന്നത് പോലെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളൊരു വിത്ത് അത് എറിഞ്ഞ് നമ്മൾ കളഞ്ഞൊരു വിത്താണെന്ന് വിചാരിക്കുക, അല്ലേ? ഒരു ചക്കക്കുരു നമ്മളിങ്ങനെ പറമ്പിലേക്ക് എറിഞ്ഞു, പക്ഷെ അത് വേര് ധാരാളമായിട്ട് മണ്ണിൽ നിന്നും വളവും വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ, ഫോട്ടോസിന്തസിസ്, അതിലൂടെ എന്ത് ചെയ്യും? പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഇലകളിൽ വെച്ച് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേരിലേക്കും കമ്പിലേക്കൊക്കെ കൊടുക്കും. ഇങ്ങനെ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം അത് വളർന്നു വലുതായി. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആഗ്രഹത്തോടു കൂടി ഒരു ചെടി നട്ടാൽ സ്വാഭാവികമായിട്ട് കുറച്ച് നാളാണ് നമ്മളതിന് വെള്ളവും വളവും കൊടുക്കുക. അതിനുശേഷം അത് സ്വയമാണ് ഭക്ഷണമുണ്ടാക്കുകയും അതിൻ്റെ കമ്പുകളിലേക്ക് കൊടുക്കുകയും വേര് വലിച്ചെടുക്കുകയും വെള്ളവും ഭക്ഷണവും വലിച്ചെടുക്കുകയും അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയും വലിയൊരു മരമായി മാറുകയും മനുഷ്യർക്ക് കായ്കനികൾ നൽകുകയും നമുക്കിഷ്ടപ്പെട്ട, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ് അല്ലേ? വൈറ്റമിൻ സി, എ, ബി, ഈ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടുവാനുള്ള കുറേ അങ്ങനെ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യത്യസ്ത നിറത്തിലുള്ള, ഒരേ മണ്ണിൽ നിന്നാണ് വെള്ളവും വലവും വലിച്ചെടുക്കുന്നതെങ്കിലും നിറവും മണവും ഗുണവും രുചിയും വ്യത്യസ്തമായ നിരവധി ഫലങ്ങളാണ് അള്ളാഹു ആ മരത്തിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് അത്ഭുതപ്പെടുന്നത്ര. ഒരു തേങ്ങയുടെ ആ രൂപം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തേങ്ങയുടെ ഉള്ളിലുള്ള ചകിരി, പിന്നെ അതിനുള്ളിലുള്ള ചിരട്ട, അതിലുള്ള മധുരമുള്ള വെള്ളം, അതിലുള്ള തേങ്ങ, എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്? സുബ്ഹാനല്ലാഹ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. ഇതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെയാണ് മരങ്ങളെക്കുറിച്ച്, അല്ലേ, വലിയൊരു ഫോറസ്റ്റ് അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, വിത്തുകൾ എങ്ങനെ, ആരാണ് മണ്ണിലേക്ക് ഇട്ടതെന്ന് ചോദിച്ചാൽ, ആരാണ് അതിന് വെള്ളവും വളവും കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഉയർന്ന പ്രദേശത്തുള്ള ഒരു മരങ്ങൾക്ക് ധാരാളമായിട്ട് മഴ ലഭിക്കുകയും അതിൽ നിന്നും വിളവ് കിട്ടുകയും ഇരട്ടി വിളവ് കിട്ടുകയും ചെയ്തതുപോലെ നിങ്ങളുടെ നിയ്യത്ത് ശക്തമാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്ര പ്രതിഫലം നാഥൻ നൽകുമെന്നുള്ള മോട്ടിവേഷനാണ് തീർച്ചയായിട്ടും ഈ ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അത് മുമ്പൊക്കെ പറഞ്ഞതുപോലെ ഒരു പുഞ്ചിരി ആവട്ടെ, ചെറിയ സഹായമാവട്ടെ, നിങ്ങളുടെ ഉപ്പ, അല്ലെ, ഉമ്മയുടെ വായിൽ വെച്ച് കിടക്കുന്ന ഒരു ഉരുള ഭക്ഷണമാവട്ടെ, അദ്ദേഹത്തിൻ്റെ അധ്വാനമാണത്. ഉമ്മ വീട് വൃത്തിയാക്കുന്നതോ മക്കളെ പരിചരിക്കുന്നതോ ഭക്ഷണം പാകം ചെയ്യുന്നതോ അവർക്ക് കൊടുക്കുന്നതോ എന്തുമാവട്ടെ, അതിലൊക്കെയും അള്ളാഹു പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തി വെക്കും. നമ്മളുടെ നിയ്യത്ത്, ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തിയാണെങ്കിൽ എന്നതാണ് പടച്ചോൻ ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ തന്നെ നമ്മുടെ കർമ്മങ്ങളെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, വേറെ ഒരാഗ്രഹവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്. അങ്ങനെ നമ്മുടെ കർമ്മങ്ങളെ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.